നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വിഷയമാണ്. ഒരു കുട്ടി ജനിക്കാൻ മിനിമം 9 മാസവും 10 ദിവസവും അല്ലെങ്കിൽ അതിൽ കുറച്ച് മാറ്റം സംഭവിക്കാം. കറക്റ്റ് 9 മാസം ആവുമ്പോഴും അല്ലെങ്കിൽ അത്രയൊക്കെ നമ്മൾ കേൾക്കാം. പക്ഷെ അതിലും കുറഞ്ഞ് 8-ാം മാസത്തിലും 6-ാം മാസത്തിലും ഒക്കെ പ്രസവിക്കുന്ന കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നല്ല രീതിയിലുള്ള ശാസ്ത്രീയപരമായി പല അസുഖങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പഠനത്തിൽ ശാരീരികപരമായിട്ടുള്ള പല അസുഖങ്ങളും അല്ലെങ്കിൽ പല ഡെഫിഷ്യൻസികൾക്കും ഒക്കെ കാരണമാകുന്നുണ്ട്. കാരണം 8-ലെ കുട്ടി പ്രസവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പ്രസവിക്കും. ഈ പ്രസവങ്ങളിലൊക്കെ പ്രോപ്പറായിട്ട്, കാരണം ഒരു കുട്ടിക്കറിയാം ആ കുട്ടി 9 മാസം വരെ നമുക്ക് എത്രത്തോളം അതിന് പോഷകാഹാരങ്ങൾ ഉൾപ്പെടെ ആവശ്യമുണ്ടെന്ന്. അപ്പം ഇത്തരം പ്രസവങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ഒരു ഡെഫിഷ്യൻസികളൊക്കെ കുട്ടികളുടെ ജനനത്തെയും അതിനുശേഷമുള്ളവരുടെ ജീവിതത്തെയും നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അല്ല, ഇതിനകത്ത് എനിക്കത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അടുത്ത് വന്ന ഒരു വാർത്തയാണ്. ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി കോളേജിൻ്റെ ബാത്റൂമിൽ പ്രസവിച്ചതിന് ശേഷം ആ കുട്ടി നേരെ ക്ലാസ്സിലേക്ക് പോയി. ആ കുഞ്ഞിനെ ഡസ്റ്റ്ബിന്നിൽ ഉപേക്ഷിച്ച് ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ്സിൽ ചെന്ന് തലകറങ്ങി വീണപ്പം ആ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴാണ് അറിയുന്നത് ആ കുട്ടി പ്രസവിച്ചു എന്ന്. അപ്പം പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ആ കുഞ്ഞിനെ ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ടാണ് വന്നതെന്ന്. ഒന്ന് ആലോചിച്ചു നോക്കുക ആ ഒരു അവസ്ഥ. വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് കരുതി ഒരു 27 വയസ്സുള്ളൊരു പയ്യനുമായിട്ട് അവർ സ്നേഹത്തിലായിരുന്നു. അതാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് ആ പെൺകുട്ടി സമ്മതിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വീട്ടുകാരെ അറിയിക്കാതെ ആ കുട്ടി കോളേജിന്റെ ബാത്റൂമിൽ പ്രസവിച്ചിരുന്നു. ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. 9 മാസം വെച്ചാൽ ആ ഒരു 9 മാസത്തിൽ തന്നെ ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ ഈ പെൺകുട്ടിക്ക് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ തൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് ശിശു ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. ആ ഒരു സമയം തൊട്ട് ഈ കുട്ടി മാതാപിതാക്കൾ ഉൾപ്പെടെ നിന്ന് ഇത് മറച്ചു വെക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് അബോർഷൻ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടി അബോർഷൻ ഇല്ലീഗലാണ്. അതായത് പക്ഷെ 18 വയസ്സിന് മുകളിലുള്ള ഇപ്പൊ ഒരുപാട് ഇപ്പൊ പല ഡോക്ടർമാരുടെയും ഇന്റർവ്യൂകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പല കൊച്ചു കുട്ടികളും അവർ ഗർഭിണിയാകുമ്പോൾ തന്നെ ഇതുകൂട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ചെല്ലുകയാണ്. അപ്പോൾ നിയമപരമായിട്ട് അത് പറ്റത്തില്ലെങ്കിലും അല്ലാതെ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇവർക്കൊരു എഡ്യൂക്കേഷൻ, ഇവർക്കൊരു ബോധമില്ലേ? അതായത് ഇനി ഇങ്ങനെ ഇവർക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നോക്കേണ്ട ഒരു അവസ്ഥ ഇവർക്ക് മനസ്സിലാവത്തില്ലേ? എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇവർക്ക് ഇത് ചെയ്യുന്നതിന് മുമ്പിട്ട്? കോണ്ടമൊക്കെ ഉപയോഗിച്ച് ഇവർക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓരോ കേസുകൾ വരുമ്പോഴും ഓരോ ഡോക്ടേഴ്സ് വന്ന് പറയുന്നുണ്ട് ഇത്ര പ്രിക്വേഷൻസ് ഉണ്ട്. ഇത്തരം പ്രിക്വേഷൻസ് ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. പല കുട്ടികളും കാരണം പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഈ പ്രിക്വേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുപാട് സാധനങ്ങൾ മെഡിക്കൽ സ്റ്റോറുകൾ ഉള്ളത്. ഇതൊന്നും ഉപയോഗിക്കാതെ ഒരു കുട്ടിയെ ജനിപ്പിച്ച് ആ കുട്ടിയെ ഡസ്റ്റ്ബിന്നിൽ ഉപേക്ഷിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു, ആ കുട്ടിയുടെ ജീവിതം ഇനി എങ്ങനെ ആയിരിക്കും? ആ കുട്ടിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് ശാരീരികമായ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പല പ്രശ്നങ്ങളിലേക്കും അത് ഭാവിയിലേക്ക് കടക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ജനിച്ച ഉടനെ ഒരു കുട്ടിക്ക് ആവശ്യം, കാരണം ജനിക്കുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങളാണോ കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. പുക്കൾക്കൊടി തന്നെ ശരിക്കും കണ്ടിച്ചിട്ടില്ല, മുറിച്ചിട്ടില്ല എങ്കിൽ തന്നെ കുട്ടിക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഈ ഒരു കുട്ടി 9 മാസം ആയിരിക്കും, ഇനി എത്ര മാസം ആയിട്ടാ പ്രസവിച്ചെന്ന് നമുക്ക് അറിയില്ല. എന്നാലും ആ ഒരു കാലയളവിൽ ഈ അമ്മ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കുട്ടിയെയും ബാധിക്കും. ഒരു സ്ത്രീ ഗർഭിണി ആവുമ്പോൾ തന്നെ അവരെ മാനസികമായി സന്തോഷിപ്പിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. കാരണം തന്റെ മാനസികാവസ്ഥ ഉറപ്പായിട്ട് ആ കുട്ടീനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത്തരം മറച്ചു വെച്ചിട്ട് പ്രസവിക്കുന്ന ആൾക്കാർ എത്രമാത്രം ആ ശിശുക്കളെ അതൊക്കെ ബാധിക്കുന്നുണ്ടായിരിക്കാം. കാരണം അവർ എത്രത്തോളം ടെൻസ്ഡ് ആണ്. കാരണം ടെൻഷൻ അടിക്കും, ഇത് ആരെങ്കിലും അറിയുന്നുണ്ടോ എന്നൊരു രീതിയിലേക്ക് ടെൻഷൻ അടിക്കും. പിന്നെ കൃത്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ എടുക്കില്ല. അങ്ങനെ പല ടെൻഷൻ അടിക്കുന്നല്ല, ഒന്ന് ആലോചിച്ചു, അത് അവരുടെ തെറ്റല്ലേ? അപ്പൊ അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞു ജനിക്കാൻ കാരണം. അപ്പൊ അങ്ങനെ ഏർപ്പെടുമ്പോൾ അവർക്ക് വീട്ടുകാരെ ഭയമാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭയങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനാണ് ഒരു കുട്ടിയെ ജനിപ്പിക്കുന്നത്? അവർക്കറിയാമല്ലോ, അവർ കൊച്ചു കുട്ടികളല്ലല്ലോ. ഇപ്പൊ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് കൃത്യമായിട്ട് അവബോധം ഉണ്ടാവും. ഇത് ചെയ്തു കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാകുമെന്ന അവബോധം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ ഉണ്ടായിരുന്നു? പക്ഷേ കോളേജിൽ പഠിക്കുന്ന കുട്ടിയുടെ കാര്യം നമുക്ക് സമ്മതിക്കാം. പക്ഷെ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് എന്താ പറയാൻ സാധിക്കുക? 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നതും 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നതും അല്ലെങ്കിൽ 15 വയസ്സുള്ള ഈ 18 വയസ്സ് തികയാത്ത ചെറിയ കുട്ടികൾ ഇത്തരം പ്രസവിക്കുക അല്ലെങ്കിൽ ഗർഭിണിയാവുക, അതിനുശേഷം ഉണ്ടാകുന്ന പല കാര്യങ്ങളും. അപ്പൊ ഈ ഒരു കേസുകളിലൊക്കെ നമുക്ക് എന്താ പറയാൻ സാധിക്കുക?
ആ ഒരു ലെവലിലേക്ക് സെക്സ് എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടാത്തത് കൊണ്ട് ആ ഒരു അവസ്ഥയിലല്ലേ ഇവർ ഇത്രത്തോളം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? തീർച്ചയായും. പിന്നെ അതിന്റെ ഇടയ്ക്ക് തന്നെ കഴിഞ്ഞിടയ്ക്ക് വന്നൊരു വാർത്തയായിരുന്നു, കുറേ ചെറുപ്പക്കാർക്ക് എയ്ഡ്സ് വന്നത്. ഇവരെല്ലാം ഒരു 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആ ഒരു പ്രദേശത്തുള്ള മുഴുവൻ ചെറുപ്പക്കാർക്കും, അത് മുഴുവൻ ചെറുപ്പക്കാരെന്നല്ല, പ്രദേശത്തുള്ള ഒരുപാട് ചെറുപ്പക്കാർക്ക് എയ്ഡ്സ് രോഗം, അതും ആ പെൺകുട്ടിയിൽ നിന്നും വരുന്നൊരു അവസ്ഥ. അതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും എന്തെല്ലാം രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് പല കുട്ടികൾക്കും കിട്ടുന്നില്ല. അതിനപ്പുറത്തേക്ക് ലഹരി ഇതിനെയെല്ലാം കൈകടത്തിയിട്ടുണ്ട്. ലഹരിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെക്സ് ചെയ്യുന്ന ഒരുപാട് പേര് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായിട്ടും നമ്മള് ലഹരി ഒരു സ്ഥലത്തേക്ക്, മിക്കവാറും വീടുകളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി പഠിക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലങ്ങളിലായിരിക്കും ഇത്ര ലഹരിയിൽ അകപ്പെട്ടു പോകുന്നത്. കാരണം നമുക്കിപ്പോ നല്ല രീതിയിൽ വല വിരിച്ചിരിക്കുന്ന സമയമാണ് ലഹരി മാഫിയ ഉൾപ്പെടെ. കാരണം കണ്ണുകൾ, പണ്ട് നമ്മൾ അപൂർവമായി കേട്ടുകൊണ്ടിരുന്ന കേസുകൾ ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് എത്തി നിൽക്കുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ഓരോ മക്കളെയും ഇത്തരം ചതിക്കുഴികളിൽ വീഴാൻ വളരെയധികം സാഹചര്യം കൂടുതലാണ്. അപ്പൊ അതിൽ നിന്ന് ജാഗ്രത പുലർത്തി നമ്മൾ തന്നെ വേണം ഇത്തരം ചതിക്കുഴികൾ തിരിച്ചറിയാനും മുന്നോട്ട് പോകാനും. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മൾ പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും വീടുകളിലാണെങ്കിലും അത് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മളവരെ ഇപ്പൊ ആ ഒരു കുട്ടി തുറന്നു പറയാതിരുന്നത് മാതാപിതാക്കളെ പേടിച്ചിട്ട് അല്ലെങ്കിൽ അവരോടുള്ള ഭയം കൊണ്ട് തന്നെയായിരിക്കാം. അല്ലാണ്ട് വളരെ ഫ്രീ ആയിട്ട് തനിക്കിത് വന്ന് പറയാമെന്നൊരു വീടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി നേരത്തെ പറഞ്ഞേനെ, ഇതിനുള്ള പ്രിക്വേഷൻസ് എടുത്തേനെ. ആ ഒരു പിഞ്ചു കുഞ്ഞ് ബാസ്ക്കറ്റിൽ കൊണ്ട് ഇടണ്ടേ, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞ് അവിടെ കിടന്ന് പിന്നീട് വന്ന ആൾക്കാര് കാരണം അങ്ങനെയുള്ള കുട്ടികളുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് അവർ പിന്നീട് ഭാവിയിൽ അനുഭവിക്കേണ്ടി വരുന്ന ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഇവർ ചെയ്യുന്ന തെറ്റുകൊണ്ടല്ല ഇവർക്ക് ഈ വളർന്നു വരുവാണെങ്കിൽ ആ കുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം ശിശുക്ഷേമ സമിതിക്കാരായിരിക്കും ഇങ്ങനെ പ്രസവിക്കുന്ന കുട്ടികളെയൊക്കെ ഏറ്റെടുക്കുന്നത്. കാരണം അവിടെ വളരുന്ന കുട്ടികളില് പല ഇങ്ങനെ വരുന്ന അസ്വാഭാവികമായിട്ടുള്ള ഈ പ്രസവങ്ങളിലൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. ഫിക്സ് ഉൾപ്പെടെയുള്ളതുണ്ടാവും. കാരണം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് ഫിക്സ് വരുന്നതെന്നുള്ളത്. അപ്പൊ ആ ഒരു ഫിക്സിനൊക്കെ കാരണമാകുന്നത് ഇത്തരത്തിലുള്ള ഒരു അശാസ്ത്രീയപരമായ പ്രസവം, അല്ലെങ്കിൽ ഒരു പ്രസവത്തിനുള്ള മാനദണ്ഡം നമുക്കറിയാം, കൃത്യമായുള്ള ടാബ്ലറ്റുകൾ എടുക്കും. കാരണം അതൊരു പ്രക്രിയയാണ്. 9 മാസം എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞും ഒരുമിച്ച് ആ ഒരു പ്രക്രിയയാണ്. ആ ഒരു പ്രക്രിയയിലൂടെ കടന്നു വരുന്ന കുട്ടികൾക്ക് തന്നെ ഇത്തരം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പോഴാണ് ഈ ഒരു അശാസ്ത്രീയപരമായിട്ടുള്ള പ്രസവങ്ങൾ കൂടി വരുന്നത്. അപ്പൊ അത് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് ബോധവൽക്കരണങ്ങൾ കൊടുക്കേണ്ടതല്ലേ? നമ്മുടെ ഭാവി തലമുറ ആരോഗ്യപരമായി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ആരോഗ്യപരമായി പുതിയ കുഞ്ഞുങ്ങൾ ജനിക്കണം എന്നുള്ളത് കൃത്യമായും പുതിയ തലമുറയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ കളിയാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ അത് മോശമാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇതിനെല്ലാം ഭാഗപാത്രമാകേണ്ടി വരുന്നത്. അപ്പൊ ഇവർക്ക് ഇതിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകില്ല. അപ്പോൾ ചെറിയ പ്രായത്തിലെ ഇത് കൃത്യമായി പഠിപ്പിച്ചു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ.